സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ ഭഗവതിയുടെ 2 മെസ്സേജസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മെസ്സേജ്, ആദ്യത്തെ കാർഡ് മഹാകാളി ദേവിയാണ്. എന്താണ് ദേവിയുടെ മെസ്സേജ് എന്ന് നോക്കാം. നിങ്ങളുടെ ലക്ഷ്യം നേടാൻ തടസ്സങ്ങളിൽ നിന്ന് മോചിതരാകുക, മാർഗത്തെ സ്വീകരിക്കുക. എല്ലാവർക്കും ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. ആ ലക്ഷ്യത്തിലേക്കുള്ള നമ്മളെപ്പോഴും ആ ലക്ഷ്യത്തിലേക്കുള്ള തടസ്സങ്ങളാണ് നമ്മുടെ മുന്നിൽ ആദ്യം കാണുക. അതിന് പകരം ആ തടസ്സങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാത്ത, ആ തടസ്സങ്ങളിൽ നിന്ന് മോചിതരായിട്ട് ലക്ഷ്യത്തിലേക്കുള്ള മാർഗം സ്വീകരിക്കുക. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴികൾ നമ്മൾ സ്വീകരിക്കുക. അതിനുള്ള വഴികൾ എന്താണെന്ന് നമ്മൾ വേണ്ട പോലെ ചിന്തിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ മഹാകാളി ദേവിയുടെ മെസ്സേജ്. അടുത്ത കാർഡ് ചിന്നമസ്ത ദേവിയാണ്. ദേവിയുടെ മെസ്സേജ് എന്താണ്? ഈ പ്രപഞ്ചത്തിനോടും പ്രകൃതിയോടും നിങ്ങൾ ബാധ്യസ്ഥരായതിനാൽ കടമകൾ നിർവഹിക്കാൻ ആത്മസമർപ്പണം ചെയ്യുക. ഈ പ്രപഞ്ചത്തിനോടും പ്രകൃതിയോടൊക്കെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രകൃതി എങ്ങും പ്രകൃതിക്ഷോഭങ്ങളാണ് കാണുന്നത്. പ്രകൃതിയെ വേണ്ട പോലെ പരിപാലിക്കുന്നില്ല. ആ പ്രകൃതിയും പ്രപഞ്ചത്തിനോടും നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതിനു വേണ്ട കടമകൾ വേണ്ടവണ്ണം നിർവഹിക്കാനായിട്ട് നമ്മൾ ആത്മസമർപ്പണം ചെയ്യുക എന്നാണ് ഇവിടെ ഭഗവതി പറയുന്നത്. ചിന്നമസ്താദേവി പറയുന്നത് കടമകൾ നിർവഹിക്കാൻ വേണ്ടി ആത്മസമർപ്പണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്ന് ഭഗവതിയുടെ 2 മെസ്സേജസ്. നിങ്ങൾക്കെല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.